ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ കലോറിക്ക് വേണ്ടിയിട്ട് ബേൺ ചെയ്യുന്നില്ല. കാരണം ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ അത്ര കൂടുതൽ ആവശ്യം വരുന്നത് ഈവൻ നെർവസ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഹേർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും കൊളസ്ട്രോൾ ബാലൻസിന് വേണ്ടിയിട്ടും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒമേഗ 3. സോ അത് കലോറിക്ക് വേണ്ടിയിട്ട് ശരീരം ഉപയോഗിക്കാറ്. ഈ ട്രാൻസ് ഫാറ്റിൽ കലോറി ഉണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് ബേൺ ചെയ്യാൻ ശരീരത്തിന് ആവശ്യമുള്ള എൻസൈംസ് നമ്മുടെ ശരീരത്തിലില്ല. ശരീരത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട അമിനോ ആസിഡ് ഉണ്ട്, അമിനോ ആസിഡ് ആവശ്യമുണ്ട്, ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ഇത് സെറോട്ടോണിന്റെ പ്രീകഴ്സർ ആണ്. സെറോട്ടോണിൻ ഉണ്ടാക്കാൻ ഇത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എന്നാൽ BCAA എന്ന് പറയുന്നത് മസിൽ ബിൽഡിങ്ങിനാണ്. നമ്മൾ ട്രിപ്റ്റോഫാൻ കഴിക്കുന്നുണ്ടോ BCAA കഴിക്കുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ച് പ്രോട്ടീൻ നോക്കുമ്പോൾ പ്രോട്ടീനാ, പക്ഷെ ഏതാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്രിപ്റ്റോഫാൻ ആയിരിക്കും. സോ പൂർണ്ണമായിട്ടും എല്ലാ പ്രോട്ടീനും കലോറിയിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ നമുക്ക് കലോറി ഇല്ലാത്ത ഭക്ഷണങ്ങളായാലോ? 0 കലോറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെന്താണ് അപ്പോൾ? അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്തേക്ക് പോകുന്ന കലോറിയുടെ അളവ് കുറവായിരിക്കും. അപ്പൊ എന്തും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് കലോറി 4 ഗ്രാം കിട്ടുമോ, 4 കലോറി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ വകഭേദങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ വെറും കലോറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇതിൽ ഏതാണ് നമ്മൾ കഴിക്കുന്നതെന്ന് കൂടി അറിഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ അല്ലെ? ഇനി നമുക്ക് എല്ലാ കൊഴുപ്പുകളും ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ കൊഴുപ്പിന് പല ഇത് വരുന്നത് അതിന്റെ കാർബൺ ചെയിൻ, എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്, അതെങ്ങനെയാണ് ചെയിൻ ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സും ഒക്കെ ഉണ്ട്. ഇത് രണ്ടും പെർട്ടിക്കുലർലി നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന സാധനമാണ് ഇത് രണ്ടും, ഷോർട്ട് ചെയിനും മീഡിയം ചെയിനും. അത് പ്രോസസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കലോറിയിലേക്ക്, നേരത്തെ പറഞ്ഞ 9 കലോറി പെർ ഗ്രാമിലേക്ക് അത് ഈസിലി കൺവേർട്ട് ആവും. എന്നാൽ ഈ കൊഴുപ്പ് എവിടുന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം ചില പ്രോസസ്ഡ് ഫുഡിലുള്ള കൊഴുപ്പുകൾ എന്ന് പറയുന്നത് അത് ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനും ഒക്കെ കാരണമാകുന്ന സാധനങ്ങളാണ്. അപ്പൊ ഏത് സോഴ്സിൽ നിന്നാണ് ഇത് വന്നതെന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയണം. അതുപോലെ ഒമേഗ 3 ഒമേഗ 6 രണ്ട് തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതിൽ ഒമേഗ 3 എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി, ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒമേഗ 6 ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. ഇതിന് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ 6 ആണ് കൂടുതൽ നമുക്ക് സീഡ് ഓയിൽ നിന്നൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്, സീഡ് ഓയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കടുകെണ്ണ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ സീഡ്സ് എന്ന് വരുന്നതാണ്. എന്നാൽ നട്ട് ഓയിൽ പൊതുവെ അങ്ങനെയുള്ള ഒമേഗ 6 ഒരുപാട് കൂടുതലുള്ള ഓയിലുകളല്ല. കോക്കനട്ടോ ഗ്രൗണ്ട് നട്ടോ ഒക്കെ വരുന്നത് അങ്ങനെയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ കലോറിക്ക് വേണ്ടിയിട്ട് ബേൺ ചെയ്യുന്നില്ല. കാരണം ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ അത്ര കൂടുതൽ ആവശ്യം വരുന്നത് ഈവൻ നെർവസ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഹേർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും കൊളസ്ട്രോൾ ബാലൻസിന് വേണ്ടിയിട്ടും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒമേഗ 3. സോ അത് കലോറിക്ക് വേണ്ടിയിട്ട് ശരീരം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരത്തിലുള്ള ട്രാൻസ് ഫാറ്റുകളും ഉണ്ടാവും. ഇന്ന് നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഈ ട്രാൻസ് ഫാറ്റ് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇൻഗ്രീഡിയൻസിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. 0 ട്രാൻസ് ഫാറ്റ് എന്ന് കാണാം. എന്നാൽ ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. ട്രാൻസ് ഫാറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. വെള്ളമായിട്ട് എണ്ണ ചൂടിന്റെ സഹായത്തോട് കൂടിയിട്ട് പ്രോസസ് ആവുമ്പോഴാണ് ഹൈഡ്രോജനേഷൻ നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരു പക്ഷേ ട്രാൻസ് ഫാറ്റ് ഉണ്ടാവുന്നില്ലേ? ഡീപ് ഫ്രൈ മെത്തേഡിലും അതല്ലെങ്കിൽ വെള്ളത്തിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള മെത്തേഡിലും ഒക്കെ അല്ലെ? ഇത്തരം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു, ഒരു പൂരി ഉണ്ടാക്കുന്ന സമയം പോലും ഈ പൂരി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടില്ലേ? ഈ വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഇല്ലേ? ഇത് നമ്മുടെ കാർബൺ ആറ്റം എവിടെയുള്ള കൊഴുപ്പിലുള്ള എണ്ണയിലുള്ള കാർബൺ ആറ്റമായിട്ട് മിക്സ് ആവില്ലേ? ആ സമയത്ത് പോലും അതിന്റെ ചൂട് കൂടുതലാണെങ്കിൽ അതുകൊണ്ടാണ് റീയൂസ് ചെയ്യാൻ പാടില്ല എന്നും അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. സോ അവിടെയും ട്രാൻസ് ഫാറ്റ് ഫോം ആവാം. ഈ ട്രാൻസ് ഫാറ്റിൽ കലോറി ഉണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് ബേൺ ചെയ്യാൻ ശരീരത്തിന് ആവശ്യമുള്ള എൻസൈംസ് നമ്മുടെ ശരീരത്തിലില്ല. അതുകൊണ്ട് ആ ട്രാൻസ് ഫാറ്റ് പലപ്പോഴും സ്റ്റോർ ആവും, അല്ലെങ്കിൽ അത് പ്ലാക്ക് ഫോർമേഷന് ഹെൽപ്പ് ആവും, അതല്ലെങ്കിൽ പുറത്തിറങ്ങും, എക്സ്ക്രീറ്റ് ആവും. സോ എല്ലാ ഫാറ്റും ഒരുപോലെയല്ല. ഇനി വരുന്ന ഒരു സാധനമാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. പൊതുവെ ഇപ്പോ വെളിച്ചെണ്ണയോട് കുറച്ചുകൂടി നല്ല ഒരു ആഭിമുഖ്യം വന്നിട്ടുണ്ട്. കാരണം വെളിച്ചെണ്ണ നല്ലതാണ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിൽ പോലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. USFDA
US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് ലേബലിൽ ഇല്ലാതെ അതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹെൽത്ത് ചലഞ്ചസിന് ഒരു കാരണമാവുന്നില്ല എന്നുള്ളതുകൊണ്ട്. എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റിൽ പോലും രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന് ഈവൻ ചെയിൻ എന്ന് പറയാം, മറ്റൊന്ന് ഓഡ് ചെയിൻ ആണ്. ഇപ്പൊ ഈവൻ ചെയിൻ ആയിട്ടുള്ളതാണ് പൊതുവെ നമുക്ക് ഈവൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ് വരുന്നത്. 16, 18 ആണ് അതിനകത്ത് ഉള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം എങ്കിൽ പ്രത്യേകിച്ച് അത് നമുക്ക് കിട്ടുന്നത് എവിടെയാ? മീറ്റിലാണ്, ആട്ടിറച്ചി അല്ലെങ്കിൽ മാട്ടിറച്ചിയിലൊക്കെയാണ്. ഇത് പൊതുവെ കാർഡിയോവാസ്കുലർ അതിന് കാർഡിയോവാസ്കുലർ ചാലഞ്ചസ് ഉണ്ടാക്കാനുള്ള ഒരുപാട് സഹായമുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഡയറിയിലുള്ള മിൽക്ക് പ്രൊഡക്ട്സിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് അത് 15 അല്ലെങ്കിൽ 17 ആണ് കാർബൺ ആറ്റം, ഓഡ് ചെയിൻ ആണ്. ഈ ഓഡ് ചെയിൻ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഹേർട്ട് ഹെൽത്ത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു റോളാണ്. രണ്ടും സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, എന്നാൽ രണ്ടിനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന് ഹാർട്ടിനെ പ്രത്യേകിച്ച് ദോഷം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മറ്റേത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സാച്ചുറേഷൻ കഴിഞ്ഞതാണ്, മീൻസ് അത് ശരിക്കും ഒരു പാക്ക് ഫുഡാണെന്ന് പറയാം, പാക്കേജിനാണ്. എന്നാൽ ഫ്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കാൻ കാരണം. അതെങ്ങനെയാ ഫോം ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, ലിവർ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ഫോർമേഷൻ നടന്നിട്ട് ഫാറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കാരണം എന്താ? നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതൽ കൊഴുപ്പ് ഉണ്ടാകുമ്പോഴല്ല, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ബ്ലഡിൽ കൂടുതൽ ഷുഗർ ഉണ്ടാകുമ്പോഴാണ്. ഈ ഷുഗർ എവിടെ പോകും? ലിവറിലേക്ക് പോകും. ലിവർ അത് ട്രൈഗ്ലിസറൈഡ് ആക്കും. അപ്പൊ ആ സമയത്താണ് ഫ്രീ ഫാറ്റി ആസിഡ്സ് കൂടുതൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സമയം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓൾറെഡി കൊഴുപ്പുണ്ട്, ഈ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, ആ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഗ്ലൈക്കോജൻ ഫോമിലേക്ക് ആക്കി കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഈ ഗ്ലിസറോൾ ചെയിൻ ബ്രേക്ക് ചെയ്യണം. ആ സമയത്തും ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും. ഈ ഫ്രീ ഫാറ്റി ആസിഡ് ആണ് പൊതുവെ കറങ്ങി നടക്കുന്നത്. കുഴപ്പമില്ല, പൊതുവെ കറങ്ങി നടക്കുന്നത് ചെറിയ അളവിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാവുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആവുന്നത്. സോ എല്ലാ കൊഴുപ്പും ഒരുപോലെയല്ല. ഇത് തന്നെ ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ. നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള കൊഴുപ്പിന്റെ ഡിപ്പോകളുണ്ട്. ഈ ഡിപ്പോകൾ പ്രധാനമായിട്ട് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ വിസറൽ ഫാറ്റ് എന്ന് പറയും, നമ്മുടെ തൊലിക്കടിയിലുള്ള കൊഴുപ്പാണ്. സോറി, നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും, നമ്മുടെ തൊലിക്കടിയിലുള്ള ഫാറ്റാണ്. മറ്റൊന്ന് വിസറൽ ഫാറ്റ് എന്ന് പറയും, നമ്മുടെ ശരീരത്തിനകത്ത് ഓർഗൻസ് ഉണ്ടല്ലോ, കുറെ അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള കൊഴുപ്പാണ് വിസറൽ ഫാറ്റ്. മൂന്നാമത് ഒന്നും കൂടി ഉണ്ട്, അതിന്റെ പേരാണ് ലിവർ ഫാറ്റ്. ഈ ലിവർ ഫാറ്റിന്റെ ഇതാണ് കൂടുതലാവുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കാരണമാവുന്നത്. സോ ഈ ഡിപ്പോകളിൽ നമുക്ക് ഏതാണ്ട് ഒരു 10 കിലോ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിന്റെ അളവ് കൂടുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം അനാരോഗ്യത്തിന്റെ ദിശയിലേക്ക് പോകുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിനകത്ത് വിസറൽ ഫാറ്റ് വെറും 2.25 കിലോ കൂടുമ്പോൾ തന്നെ അത് അനാരോഗ്യപരമാവും. ഇത് ഫാറ്റിന്റെ അളവ് വിസറൽ ഫാറ്റും സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ആണെങ്കിൽ, ലിവർ ഫാറ്റ് വെറും 150 ഗ്രാം കൂടുമ്പോൾ പോലും നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷനിങ്ങിൽ പ്രശ്നം വരാം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഹെൽത്ത് ചാലഞ്ചസിന്റെ തുടക്കമാവും. സോ ഫാറ്റ് ഏത് രീതിയിലാണ് നമ്മൾ കഴിക്കുന്നതിനെ പറ്റി മാത്രമല്ല, ഈവൻ ശരീരത്തിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഫാറ്റിനെ കൂടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. എല്ലാ പ്രോട്ടീനും ഒരുപോലെയല്ല. ശരിക്കും നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്. എന്നാലും ജസ്റ്റ് അതിനെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ചാർട്ട് ഫോമിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ എഗ്, പാൽ, അതുപോലെ തന്നെ മുട്ട, പാൽ, മീറ്റ്, സോയാബീൻ, ഇതുപോലെ ക്വിനോവ, ഇത് രണ്ടും വെജിറ്റബിൾ സോഴ്സ് ആണ്. ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കംപ്ലീറ്റ് പ്രോട്ടീനകത്ത് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡും 9 എസെൻഷ്യൽ അമിനോ ആസിഡും ഇതിനകത്ത് ഉണ്ടാവും. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള വെജിറ്റബിളിൽ നിന്നാണ് വരുന്നത് പ്രധാനമായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എസെൻഷ്യൽ അമിനോ ആസിഡ് മുഴുവനായിട്ടും ഉണ്ടാവില്ല. 9-ൽ ചിലപ്പോൾ 8 ഉണ്ടാവും, ചിലപ്പോൾ 7 ഉണ്ടാവും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഞ്ഞിയും പയറും, 2 തരത്തിലുള്ള വെജിറ്റബിൾ സോഴ്സസ് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പലതരത്തിലുള്ള പയർ വർഗ്ഗങ്ങൾ ഒരുമിച്ച് കഴിക്കേണ്ടി വരും. അപ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ഫോമിലേക്ക് ആവുക. അതുപോലെ തന്നെ അനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് സോഴ്സ് നിന്നാണ് കിട്ടുന്നത്, അനിമൽ ആണോ പ്ലാന്റ് ആണോ. അനിമൽ പ്രോട്ടീൻ ആകുമ്പോൾ അതിനകത്ത് ബയോ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. അതിനകത്ത് അയൺ ഉണ്ടാവും, വൈറ്റമിൻ B12 ഉണ്ടാവും. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നോക്കി പോകുമ്പോൾ പലപ്പോഴും അത് വെജിറ്റേറിയൻസിനായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് കാണുകയും പലതരത്തിലുള്ള സെഷനുകളിൽ അറിയുകയും ചെയ്തതാണ്. വേ പ്രോട്ടീനും കസീൻ പ്രോട്ടീനും ഇത് രണ്ടും പൊതുവെ മിൽക്ക് പ്രോട്ടീൻ ആണ്. എന്നാൽ ഇതിൽ വേ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നതും
കസീൻ എന്ന് പറയുന്നത് സ്ലോ ഡൈജസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മസിൽ റിപ്പയറിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വേയും കസീനും. കൊളാജൻ എന്ന് പറയുന്നത് പൊതുവെ അവൈലബിൾ ആയിട്ടുള്ളത് ബോൺ ഗ്രോത്ത് അല്ലെങ്കിൽ ചില സപ്ലിമെന്റ്സിലൊക്കെയാണ് കൊളാജൻ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈസിൻ അല്ലെങ്കിൽ പ്രോലൈൻ തുടങ്ങിയിട്ടുള്ള ചില അമിനോ ആസിഡുകളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് സ്കിന്നിനെ ജോയിന്റ്സിനൊക്കെ ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. എന്നാൽ ഈ പ്രോട്ടീൻ ശരിക്കും ഈ പ്രോട്ടീൻ സോഴ്സസ് നോക്കുമ്പോൾ നമ്മുടെ അമിനോ ആസിഡ് കമ്പോസിഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടുണ്ടാവും പ്രോട്ടീന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ് എന്ന് പറയും, ഡയാസ്കോർ. അങ്ങനെ ഒരു സ്കോർ തന്നെ അടുത്ത കാലത്തായിട്ട് 2013 മുതൽ അങ്ങനെ ഒരു സ്കോർ തന്നെ WHO പറഞ്ഞിട്ട് പ്രോട്ടീനിലുണ്ട്. സോ ഈ ഒരു സ്കോർ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് അത് എത്രയാണ് നമ്മുടെ ശരീരത്തിന്റെ റിക്വയർമെന്റ് എന്നും അത് ശരീരത്തിനകത്ത് പൂർണ്ണമായിട്ട് അബ്സോർബ് ആവുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സ്കോറാണത്. സോ ഡൈജസ്റ്റബിലിറ്റി നമ്മുടെ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലൂടെ ഈ പ്രോട്ടീൻ കടന്നു പോകുമ്പോൾ എത്രത്തോളം കൂടുതലുണ്ട് അതിനനുസരിച്ച് അതിന്റെ ഗുണവും കൂടും. സോ അമിനോ ആസിഡ് പ്രൊഫൈല് നമ്മൾ നോക്കണം, എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ ഇത് രണ്ടും ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് കണ്ടീഷണലി എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടിയുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അസുഖമുള്ള അവസ്ഥകളിൽ നമ്മുടെ ശരീരത്തിനകത്ത് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. സോ ആ സമയത്ത് നമ്മൾ അതും കഴിക്കേണ്ടി വരും എന്നാണ് അതിന്റെ അർത്ഥം. സോ ഡൈജസ്റ്റബിലിറ്റിയും അബ്സോർപ്ഷനും പൂർണ്ണമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രോട്ടീനെ പറ്റി അറിയണം. പ്ലാന്റ് സോഴ്സ് ആണോ അനിമൽ സോഴ്സ് ആണോ ഇതിനനുസരിച്ച് അതിന്റെ ബയോ അവൈലബിലിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ടാവും. അനിമൽ സോഴ്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ബീഫ് അല്ലെങ്കിൽ പോത്തിറച്ചി പോലെയുള്ള അതിൽ മാട്ടിറച്ചിയിലൊക്കെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺഫെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ചോളം പോലെയുള്ള, കേരളത്തിൽ ഒരുപക്ഷെ ചോളം ഉപയോഗിച്ചിട്ടുള്ളത് കുറവായിരിക്കും, ഗ്രാസ് ഫെഡ് ആയ ഇറച്ചിക്ക് കുറച്ചുകൂടി ഗുണം കൂടുതലാണ് കോൺഫെഡിനെക്കാളും. ഇവിടെ മറ്റു പല അല്ലെങ്കിൽ ഹോർമോൺ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അതിന് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺ സ്റ്റാർച്ച് അല്ല അവിടെ പശു കഴിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മാട് കഴിക്കുന്നത് എന്നുള്ളതാണ്. വേ കസിൻ മസിൽ റിപ്പയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല രീതിയിലുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട അമിനോ ആസിഡ് ഉണ്ട്, അമിനോ ആസിഡ് ആവശ്യമുണ്ട്, ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ഇത് സെറോട്ടോണിന്റെ പ്രീകഴ്സർ ആണ്, സെറോട്ടോണിൻ ഉണ്ടാക്കാൻ. ഇത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എന്നാൽ BCAA എന്ന് പറയുന്നത് മസിൽ ബിൽഡിങ്ങിനാണ്. നമ്മൾ ട്രിപ്റ്റോഫാൻ കഴിക്കുന്നുണ്ടോ BCAA കഴിക്കുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ച് പ്രോട്ടീൻ നോക്കുമ്പോൾ പ്രോട്ടീനാ, പക്ഷെ ഏതാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്രിപ്റ്റോഫാൻ ആയിരിക്കും. മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള BCAA നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ശരീരം ചെയ്യും. സോ ഇത് പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നതിലും അതിൽ നിന്നകത്തുള്ള 4 കലോറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുമായിരുന്നു. എന്നാൽ ഇത് മാത്രമല്ല, തെർമിക് എഫക്ട് ഓഫ് ഫുഡ് നോക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീനെ കൂടുതലാണ്. സാധാരണ 25 to 30% ആണ് പ്രോട്ടീന്റെ തെർമിക് എഫക്ട്. ശരിക്കും ഇതിന്റെ ATP എണ്ണം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 ATPയുടെ അമിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഈ 2 ATPയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നമുക്ക് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും അതിനകത്ത് നിന്ന് കലോറി ഊർജം എടുക്കാനും വേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിനും ഫാറ്റിനും ഇത്ര തന്നെ ATP ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇവിടെയും നമ്മുടെ കൺസംഷൻ സൈഡ് നോക്കുമ്പോഴും പ്രോട്ടീൻ ആണ് ബെറ്റർ, അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് കൂടുതലായിട്ട് നമ്മുടെ കലോറി യൂസ് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില അമിനോ ആസിഡ്സ് ശരീരം ഉണ്ടാക്കുന്നതുണ്ട്. ഈ അമിനോ ആസിഡ്സ് ഗ്ലൂട്ടമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അലനിൻ, ഗ്ലൂട്ടമേറ്റ്, ഇത്തരം അമിനോ ആസിഡുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ആവാൻ, ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് കൺവേർട്ട് ആയി ഊർജം തരാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധ്യതയുള്ള അമിനോ ആസിഡുകൾ. പക്ഷെ ഇത് എപ്പോഴാണ് നോർമലി നടക്കുന്നത്, നമ്മുടെ ശരീരത്തിനകത്ത് വേണ്ടത്ര ഊർജം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ മാത്രം. സോ പൂർണ്ണമായിട്ടും എല്ലാ പ്രോട്ടീനും കലോറിയിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ നമുക്ക് കലോറി ഇല്ലാത്ത ഭക്ഷണങ്ങളായാലോ? 0 കലോറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെന്താണ്? അപ്പോൾ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു, ഡെൻമാർക്കിലാണ്. ഇതിൽ പറയുന്നത് ആ ഒരു സ്റ്റഡിയിൽ ഓൾമോസ്റ്റ് 9000-ലധികം ആൾക്കാരിൽ നടന്ന സ്റ്റഡിയാണ്. അതും ഓവർവെയിറ്റ് ആയിരുന്ന ആൾക്കാരിൽ അവര് ഒരു ദിവസത്തെ കൺസംഷന്റെ ഉപയോഗത്തിൽ 1 ലിറ്റർ, കുറച്ചു പേർ അവർ ഉള്ള സോഡയും കുറച്ചു പേർക്ക് അവർ ഡയറ്റ് സോഡ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത 0 എനർജി ആയിട്ടുള്ള സോഡയും, കുറച്ചു പേർക്ക് 1 ലിറ്റർ പാലും, കുറച്ചു പേർക്ക് 1 ലിറ്റർ വെള്ളവും കൊടുത്തു. അധികം അവർ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുറച്ച് കൂടുതലാണ്. 1 ലിറ്റർ സോഡ അല്ലെങ്കിൽ ഷുഗർ ഉള്ള സോഡ കുടിച്ചവരിൽ ഏതാണ്ട്
10 കിലോ വെയിറ്റ് ആണ് കൂടിയത്. അതേ സമയത്ത് പാല് കുടിച്ചവർക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. എന്നാൽ വെള്ളം കുടിച്ചവർ, 1 ലിറ്റർ വെള്ളം അധികം കുടിച്ചവരിൽ ഏകദേശം 6 കിലോ വരെ കുറയാൻ വേണ്ടിയിട്ട് കാരണമായി. അതേ സമയത്ത് ഈ ഡയറ്റ് സോഡ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത സോഡ ഉണ്ടല്ലോ, അത് കുടിച്ച സമയത്ത് അവരിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 കിലോ കൂടി. 10 കിലോ കൂടുന്നതിനേക്കാൾ വളരെ നല്ലതാണ് 3.5 കിലോ, ശരിയാണ്. എന്നാൽ ഈ ഷുഗർ ഇല്ലാതെയും ഇതെങ്ങനെ വെയിറ്റ് കൂടി? ഇതൊരു ചോദ്യമാണ്. ഇതിന്റെ മുകളിൽ ഒത്തിരി സ്റ്റഡി നടന്നു, പക്ഷെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒന്നും കിട്ടിയില്ല. ആ റിസർച്ച് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഷുഗർ പോലെയുള്ള അല്ലെങ്കിൽ സ്വീറ്റ്നസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസ് നാവിന് ചെല്ലുമ്പോഴേക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അതിനു വേണ്ടി പ്രിപ്പയർ ആവുമ്പോൾ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസും പാൻക്രിയാസും ഒക്കെ റെഡി ആവുകയാണ് ഷുഗർ ആക്സെപ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് സംഭവിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻസുലിൻ ലെവൽ കൂടി. കാരണം ഷുഗർ ആണല്ലോ നമ്മൾ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. സ്റ്റീവിയ പോലെ പല സാധനങ്ങളുടെ പല പേരുകളും ഒക്കെ ഉണ്ട്. അസ്പാർട്ടൈം, ഈവൻ ഈ അസ്പാർട്ടൈം സ്റ്റഡിയിലൊക്കെ പറയുന്നത്, പല സ്റ്റഡികളും അത് നമുക്ക് ഹാംഫുൾ ആണെന്നാണ് പറയുന്നത്. എനിവേ, സോ ഈ ഒരു ഷുഗർ അല്ലെങ്കിൽ ഷുഗർ പോലെയുള്ള സബ്സ്റ്റൻസസ് നമ്മുടെ ശരീരത്തിനകത്ത് 2 പ്രശ്നങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഇൻസുലിൻ ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തത്, നമ്മുടെ ഗട്ട് ബാക്ടീരിയയുടെ തോത് മാറ്റിമറിക്കാൻ കാരണമാവും. ഇത് രണ്ടും നമ്മുടെ ഹെൽത്തിന് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സീറോ ഷുഗർ എന്ന് പറയുന്നത് കൊണ്ട് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഇത് ഒരു ദിവസത്തെ സ്റ്റഡിയല്ല, 6 മാസത്തോളം നടന്ന സ്റ്റഡിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ മാറ്റം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ദാറ്റ് ഈസ് ട്രൂ. നമ്മുടെ ശരീരം വളരെ കൂടുതൽ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമ്മളാണ് അതിനെ വളരെ മോശം രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് അൺഹെൽത്തി പാറ്റേണിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഡയറ്റ് പാറ്റേൺ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഒരു, ഞാൻ എന്റെ മാത്രമല്ല, ഒരു ആവറേജ് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരാളുടെ കാര്യം ഞാൻ പറയുന്നത്, ഏകദേശം ഒരു 57 to 60% നമ്മൾ കഴിക്കുന്നത് പ്രോസസ്ഡ് അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. എല്ലാം പൊടികൾ അത് തന്നെ വളരെ കൂടുതലായിട്ട് അരിച്ച് അതിനകത്ത് നിന്ന് ഫൈബർ കണ്ടന്റ് ഒക്കെ മാറ്റി ഒരു ഹോൾ ഫുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പൊതുവേ ഇപ്പം ഇല്ല. ഓക്കെ, രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെ കുറച്ച് മാത്രം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും. അൺപ്രോസസ്ഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് പറ്റില്ല, അല്ലെ? പിന്നെ ഒരു കാറ്റഗറി വരുന്നതാണ് പല രീതിയിലുള്ള കുക്കിംഗ് കൊണ്ട് നമ്മൾ അതിനെ മാറ്റം വരുത്തിയത്. ശരിക്കും ഈ ഭക്ഷണങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ എന്തൊക്കെയുണ്ട്, അതിൽ ഇത്ര കലോറി ഉണ്ട്, ഇത്ര വിറ്റമിൻസ് ഉണ്ട്, ഇത്ര മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് മാത്രമല്ല, നമ്മൾ ആ ഭക്ഷണം എങ്ങനെ കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനകത്തേക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് മെത്തേഡുകൾ, ആഡഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് എന്തൊക്കെയാണ് ഈ ഫുഡ് പ്രോസസ്സിംഗിൽ വരുമ്പോൾ, അത് പാക്ഡ് ഫുഡ് ആണെങ്കിൽ പ്രത്യേകിച്ചും, റെസ്റ്റോറന്റ് ഫുഡ് ആണെങ്കിൽ പ്രത്യേകിച്ചും, നമ്മളെ സ്വന്തം അടുക്കളയിൽ പോലും നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്. ഇറ്റ്സ് നോട്ട് വാട്ട് ഈസ് ഇൻ ദ ഫുഡ്, ബട്ട് ഇറ്റ്സ് വാട്ട് ഈസ് ബീൻ ഡൺ ടു ദ ഫുഡ്. ഡോക്ടർ റോബർട്ട് ലെസ്റ്റിക്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഒട്ടുമിക്ക കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മെറ്റബോളിക്കൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് തന്നെ ഒരു ചാപ്റ്ററിൽ എടുത്ത കുറച്ച് പോർഷൻസ് മാത്രമാണ്. ഒത്തിരി ഡീറ്റെയിലേക്ക് പോവാം, അതിലേക്കൊന്നും പോകാതെ ഞാൻ വളരെ സിംപ്ലിഫൈ ആയിട്ട് ഈ ഒരു കാര്യത്തിനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ താങ്ക് യു.